ചത്താ പച്ച, ദ റിംഗ് ഓഫ് റൗഡീസ്. 80s 90s റെസ്ലിംഗ് ഫാൻസിന് നൊസ്റ്റു അടിച്ച് കാണാനുണ്ടാക്കിയ സിനിമയാണ്. ചെയ്തൊരു മോശം കാര്യം ഒരു ക്യാമിയോ കയറ്റാൻ അയാളുടെ ജീവിതത്തിലൂടെ കഥ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അയാളെ പ്രതീക്ഷിക്കും. കിട്ടിയതെന്താണെന്ന് പറയാം. അർജുൻ, റോഷൻ, വിശാഖ് ഇവന്മാർ ബോഡിയൊക്കെ സെറ്റാക്കി ഫൈറ്റ് നല്ലവണ്ണം പഠിച്ചു. സാധാ ഫൈറ്റ് അല്ല, റെസ്ലിംഗ് ഫൈറ്റ്. ഇവർ എഫേർട്ടിനെ മാനിക്കുന്നു. ഇവർ ചെയ്ത ഫൈറ്റ്സും കൊള്ളാം. ബുള്ളറ്റ് വാൾട്ടർ എന്നൊരു ക്യാരക്ടർ ഉണ്ടാക്കി പുള്ളിയുടെ ഫാൻസ്, പുള്ളിയുടെ പിള്ളേർ, ആ രീതിയിലാണ് ഈ ഗുസ്തിക്കഥ പറഞ്ഞു പോകുന്നത്. ആദ്യത്തെ മമ്മൂട്ടി വരെയൊക്കെ ഓക്കെ, പക്ഷെ അവസാനം പുള്ളി നേരിട്ട് അവതരിക്കും. കണ്ടിരുന്ന സിനിമയുടെ സർവ്വരസവും കളഞ്ഞ ക്യാമിയോ. വയ്യ, ലിമിറ്റേഷൻസ് ഉണ്ട്, അത് ഫാൻസ് എങ്കിലും അംഗീകരിക്കുക. ഡയലോഗ് ഡെലിവറി, പഴയ കൊച്ചി സ്ലാങ്, എല്ലാം കൂടി ഒട്ടും എനർജി ഇല്ലാത്ത കോമഡി പീസ് ക്യാമിയോ. ഒന്നുകിൽ ഈ ക്യാമിയോ പടത്തിൻ്റെ നെടുന്തൂണാക്കരുതായിരുന്നു, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ചെയ്യാൻ നോക്കുക. തേച്ച് മിനുക്കണമായിരുന്നു, അറിയാലോ, ഇക്കയല്ലേ. നമ്മൾ ഈ ക്യാമിയോ പരിപാടി നിർത്തേണ്ടിയിരിക്കുന്നു. മര്യാദയ്ക്ക് പറയാനൊരു കഥയോ എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു പരിപാടിയോ ഒന്നും ഇല്ലാത്തിടത്ത് ഇറക്കാനുള്ളതാണോ ഇതൊക്കെ? ക്ലൈമാക്സ് കിട്ടിയില്ലേ, സെക്കൻഡ് പാർട്ട് ഉലത്തുമെന്ന നാടകത്തിന് ശേഷം അസഹനീയമായിരിക്കുന്ന പരിപാടിയാണ് ക്യാമിയോ. ആലോചിച്ച് നോക്കിയാൽ വിക്രം സിനിമയിലെ റോളക്സ് ആണ് ഇത് ട്രെൻഡാക്കിയത്, വേറെ ഇല്ല എന്നല്ല. ജയിലറിൽ കംപ്ലീറ്റ് ഇതേ പരിപാടിയായിരുന്നു, പക്ഷെ അതും വെറൈറ്റി ആയിരുന്നു. ഇവിടെ എന്താ മുട്ടിന് ക്യാമിയോ? ഒരു പ്ലാൻ തെറ്റിയ ഒരു പടം തന്നെ അടിയേ പോകും, ഫാൻസും കൈവിടും. ഇക്കയും പറഞ്ഞു കഴിഞ്ഞു. ഇക്കയുടെ കുറ്റമൊന്നുമല്ല, അത്യാവശ്യം റെസ്ലിംഗ് ഇടി ഒഴിച്ചാൽ പറയത്തക്ക ഒന്നും സിനിമയിൽ ഇല്ലാതാനും. ഇനിയെങ്കിലും ക്യാമിയോ പരിപാടികൾ സ്റ്റാർസിന് നിൽക്കാതിരിക്കുക. ഗില്ലി ബാലയും ബുള്ളറ്റ് വാൾട്ടറും തമ്മിൽ ചെറിയ ഗ്രേഡ് വ്യത്യാസമേ ഉള്ളൂ. ട്രെൻഡ് ഔട്ടായി, നിർത്തൂ പ്ലീസ്.